ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മലയാളി പ്രേക്ഷകർക്കിടയിലും വലിയൊരു ഭീതിയും ആശങ്കയും ഉയർത്തിയ വാർത്തയായിരുന്നു യാത്ര ടുഡേ എന്ന യൂട്യൂബ് ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയങ്കരനായ ദിൽഷാദിനെ കാണാനില്ല എന്നത്. അവസാനമായി ഇട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ശേഷം ദിൽഷാദിനെക്കുറിച്ച് വിവരമൊന്നുമില്ലാതിരുന്നത് എല്ലാവരെയും ഒരുപോലെ വിഷമത്തിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിൽഷാദിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ദിൽഷാദിന് സംഭവിച്ചത്, അദ്ദേഹം എവിടെയായിരുന്നു എന്നതിൻ്റെ പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഈ മാസം ജൂലൈ 6-നാണ് ദിൽഷാദ് തൻ്റെ യാത്രകളുടെ ഭാഗമായി വീട്ടിൽ നിന്നിറങ്ങുന്നത്. പിന്നീട് കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വ്ലോഗുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ജൂലൈ 22-ന് ശേഷം വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ ഐ ആം ക്വിറ്റ് എന്ന പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നതും ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതും. കുടുംബത്തിൻ്റെ പരാതിയിൽ തേഞ്ഞിപ്പലം പോലീസ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായ മേഘാലയയിൽ നിന്നാണ് ദിൽഷാദിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. യാത്രക്കിടയിൽ മേഘാലയയിലെ ഖാസി ഹിൽസ് ഫോറസ്റ്റ് മേഖലയിൽ വെച്ച് ദിൽഷാദ് സഞ്ചരിക്കുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ അദ്ദേഹത്തെ പ്രദേശവാസികളും അധികൃതരും ചേർന്ന് മേഘാലയയിലെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാലും അപകടത്തിൽപ്പെട്ടതിനാലുമാണ് ആരുമായും ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത്. ദിൽഷാദ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരമറിഞ്ഞ ഉടൻ തന്നെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയും വേഗം ചികിത്സ പൂർത്തിയാക്കി അദ്ദേഹം സുരക്ഷിതനായി നാട്ടിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയപ്പെട്ടവരും ആരാധകരും. യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന, അപകടം നിറഞ്ഞ പാതകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട വ്ളോഗർ സുരക്ഷിതനായിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ദിൽഷാദ് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും ദിൽഷാദിൻ്റെ ഫോളോവേഴ്സിലേക്കും ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു പ്രധാന വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.